ഇനിയിപ്പോ കരഞ്ഞിട്ട് എന്തിനാ ഗൗരി? ഹരിയെ തന്നെ ഭർത്താവായി വേണോന്നുള്ളത് നിന്റെ മാത്രം വാശിയായിരുന്നില്ലേ? നീ ആഗ്രഹിച്ച ആളിനെ തന്നെ നിന്റെ അച്ഛൻ നേടിത്തന്നു. എത്രയെത്ര അന്തസ്സുള്ള തറവാടുകളിൽ നിന്നും വിവാഹാലോചനകൾ വന്നതാ. യോഗമില്ല, അത്ര തന്നെ. ഞാൻ നിന്നെ കുറ്റം പറയൂ. കടമയാ, കൂടപ്പിറപ്പിനെ പോലെയാന്നൊക്കെ പറഞ്ഞ് മൈനയോട് ഹരി അടുപ്പം കാണിച്ചു തുടങ്ങിയപ്പോഴേ നീ അത് കണ്ടറിയണമായിരുന്നു. താലി കെട്ടിയവന് വെച്ചു വിളമ്പിയും പാവിരിച്ചും കുഞ്ഞുങ്ങളെ പ്രസവിച്ചും മാത്രം കഴിഞ്ഞ പോരെ ഒരു ഭാര്യ. ഭർത്താവിന്റെ മനസ്സ് വഴിതെറ്റി പോകുന്നത് കണ്ടറിയാനുള്ള കഴിവും ഒരു ഭാര്യയ്ക്കുണ്ടാവണം. നിനക്കതിന് കഴിയാതെ പോയി. ഒന്നുമില്ലേലും നീ ഇത്ര പഠിപ്പും വിവരമുള്ളവളല്ലേ? ഇതൊന്നുമില്ലാത്ത ഒരു സാധാരണ പെണ്ണിന് കഴിയുന്ന കാര്യങ്ങളാ അമ്മ പറയുന്നത്. നിനക്കറിയാലോ, എത്രയോ തിരക്കുകൾ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു നിന്റെ അച്ഛനെന്ന്. പാർട്ടി കാര്യത്തിനും മറ്റുമായിട്ട് എത്രയോ ദിവസങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം കഴിഞ്ഞ് തിരികെ എന്റെ മുൻപിലെത്തുമ്പോ എനിക്ക് മനസ്സിലാവുമായിരുന്നു ആ മനസ്സിന്റെ താളം പോലും. പക്ഷേ ഹരി, അവൻ സ്നേഹം നടിച്ച് നിന്നെ ചതിച്ചു കളഞ്ഞല്ലോ മോളെ. നീ അത് തിരിച്ചറിയാൻ ഇത്രയും വൈകിയല്ലോ. ചതിയോ വഞ്ചനയോ അങ്ങനെയൊന്നും എനിക്ക് വേർതിരിച്ച് പറയാൻ അറിയില്ലമ്മേ. ഹരിയേട്ടനോട് എനിക്ക് വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല. ഒരുതരം മരവിപ്പാ. അങ്ങനെ എനിക്ക് കാപട്യമില്ലാത്ത സ്നേഹം തന്നെയായിരുന്നു. അതിലിപ്പോഴും കലർപ്പുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഹരിയേട്ടൻ ഇങ്ങനെ ഒരാളാണെന്ന് എനിക്ക്. പിന്നെന്തിനാ നീ ഇറങ്ങിപ്പോന്നേ? അവനോടൊപ്പം അവിടെ അങ്ങ് ജീവിച്ചാ പോരായിരുന്നോ? അവന്റെ സ്നേഹത്തിന് കലർപ്പില്ലെന്ന്. മറ്റൊരുത്തേക്ക് ഗർഭം ഉണ്ടാക്കി കൊടുത്ത് കൊണ്ടു നടക്കുന്നത് കൺമുമ്പിൽ കണ്ടിട്ട് നിനക്ക് വേണ്ട. ഞാനൊന്നും പറയുന്നില്ല. ഒന്നും വേണ്ട. സ്നേഹവും വിശ്വാസവും ബലമായി പിടിച്ചു വാങ്ങാൻ കഴിയില്ലല്ലോ. കഴിയും, അതും കഴിയും എനിക്ക്. നീ വിഷമിക്കണ്ട. അവനേക്കാൾ യോഗ്യന്മാരും ഒന്ന് നിരന്ന് നിൽക്കുന്നതിന്റെ മുമ്പില് ഈ അച്ഛനൊന്ന് വിചാരിച്ചാൽ ഇപ്പോഴും അവനെ അറുത്ത് മുറിച്ചു കളയാനാണെങ്കിൽ മോളം കളഞ്ഞേക്ക്. ഗൗരി, എന്റെ മോളുടെ കണ്ണ് നിറയരുത്. അത് അച്ഛന് സഹിക്കില്ല. നീ പറ, അച്ഛൻ എന്താ ചെയ്യണ്ടേ? എന്റെ വഴിക്ക് ഞാൻ ഇറങ്ങി തിരിച്ചാൽ പിന്നെ ഹരി എന്ന് പറയുന്നവൻ ഈ ഭൂമിയിലുണ്ടാവില്ല. ഒന്നും വേണ്ട. വില കൊടുത്ത് വാങ്ങിയ ജീവിതത്തിന് ആയുസ് കുറവായിരിക്കുമെന്ന് അറിയാതെ പോയത് ഞാനാ. ഹലോ, ആരാ? സോറി, റോങ് നമ്പർ. ഹലോ, സോറി. ഇവനൊന്നും വേറെ പണിയില്ലേ? നേരം വെളുത്തപ്പോ തുടങ്ങിയതാ. എനിക്കിങ്ങനെ അറിയൂ മനസ്സേ. ഹരിയേട്ടൻ നിങ്ങളെ ആരെയും സ്നേഹിക്കുന്നില്ലെന്ന് മാത്രം പറയരുത്. അത് വലിയ സങ്കടം.
അതുമാത്രം ഹരിയേട്ടന്റെ സങ്കടം. മനസ്സേ, അരുത്. ആ മനസ്സ് വേദനിപ്പിക്കരുത്. ഈശ്വരൻ പൊറുക്കില്ല. യൂറിൻ ഫില്ലാവുന്നതനുസരിച്ച് ബാഗ് ക്ലീൻ ചെയ്യണം. മറ്റെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ ഉത്സവം കഴിഞ്ഞു. ഇനി കച്ചവടക്കാർക്കൊക്കെ അങ്ങ് പോവാം. അമ്പിയോടാ ഞാൻ പറഞ്ഞേ, ഇനി ഇവിടെ ഇങ്ങനെ നിന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒരേ ഒരു മകൻ ഇങ്ങനെ മിണ്ടാതെ അനങ്ങാതെ കിടക്കുന്നതാണോ നിങ്ങൾക്ക് ഉത്സവം? നിന്നോടല്ല, ഞാൻ അമ്പിയോടാ സംസാരിക്കുന്നേ. ഞാൻ പറഞ്ഞത് ഇവർക്ക് മനസ്സിലായി ഇല്ലയോടി? ഒക്കോണ ഇവിടുന്ന്. അംബിക പോണോ? എവിടേക്ക്? ഇവിടുന്ന് വന്നോ അവിടേക്ക് തന്നെ. ആ ഭ്രാന്തൻ ഡോക്ടറുടെ കൂടെയോ, വലിയ സാമർഥ്യക്കാരനായ ഒരു ആങ്ങളച്ചക്കനുണ്ടല്ലോ അവന്റെ അടുത്തേക്കോ, എവിടെയെങ്കിലും പോ. ഇനി ഇവിടെ വേണ്ട.